എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും? അടിപൊളി അടിപൊളി. ആരും അടിപൊളിയായിട്ട് നിന്നാ എല്ലാവരും അടിപൊളിയായിരുന്നു. ഒരുപാട് ഗൂസ് ബംസ് സീൻസ് ഒക്കെ അല്ല നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ലീസ്റ്റ് എക്സ്പെക്ടേഷൻ വന്നാൽ മതി, കാരണം കുറെ ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്താ പറയാനുള്ള ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. മഞ്ജു ചേച്ചിയുടെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും പറഞ്ഞു ഭയങ്കര നല്ല മൂവിയായിരുന്നു. ഒത്തിരി ഹൈപ്പ് ഒന്നും ഞാൻ കൊടുത്തില്ല, ഒത്തിരി നെഗറ്റീവ് റിവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ആ നെഗറ്റീവ് റിവ്യൂ പോലെ ഒന്നുമല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല മൂവിയായിരുന്നു. ഡയറക്ഷൻ എങ്ങനെയുണ്ട്? മേക്കിംഗ് ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാൻ അറിയത്തില്ല, പക്ഷെ കണ്ടിരിക്കാൻ കൊള്ളാം, അടിപൊളിയാണ്. നല്ലതായിട്ട് രോമാഞ്ചം വരും, ആവേശം വരും, എല്ലാം ഉണ്ട്. രാഷ്ട്രീയ സിനിമ പറയുന്നുണ്ടല്ലോ, അത് രാഷ്ട്രീയ ബോധത്തെ, എനിക്ക് വലിയ രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ആളാ, എങ്കിലും അറിയാവുന്നവരോട് ചോദിച്ച് കുറച്ച് ഇതുണ്ട്. നല്ല മൂവിയാ, നല്ല സിനിമയാണ്. പെർഫോമൻസ് എല്ലാം കൊള്ളാം, ഫാമിലി ആയിട്ട് കാണാം. ഈ പറഞ്ഞ വിവാദം ഉണ്ടാക്കേണ്ട സിനിമയൊന്നും ഇല്ല, ഒരു ആവശ്യകതയില്ല, ചുമ്മാ ഇല്ല. മനുഷ്യർക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്, പത്രത്തിലെല്ലാം വായിക്കുന്നത്. നല്ല സിനിമ, നല്ലൊരു മേക്കിംഗ്, ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബോളിവുഡ് തലത്തിലേക്ക് മലയാള സിനിമയെ ഉയർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല സിനിമയാണ്. പെർഫോമൻസ് എല്ലാം നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് എല്ലാവരും ഓവറല്ല. നമുക്ക് പണ്ടത്തെ ഈ ഒരു തെലുങ്ക് സിനിമയിലെ കാണുന്ന ഓവർ ആക്ടിംഗ് ഒന്നുമില്ല. ആവശ്യത്തിനുള്ള മലയാളികൾ എല്ലാം എൻജോയ് ചെയ്യുന്ന, ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു സിനിമ. 200 കോടി നേടാൻ പോവാണ്. വളരെ സന്തോഷം, വളരെ. മലയാള സിനിമ ഇനിയും ഉയരട്ടെ, അതിൽ ഇത്രയും വളരെ സന്തോഷം. ഇത് അനാവശ്യ വിവാദങ്ങളിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. എഡിറ്റിംഗിന്റെയും കട്ടിങ്ങിന്റെയും ആവശ്യമൊന്നും തന്നെ ഇല്ല. വളരെ നല്ല സിനിമ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഫൈറ്റ് ഒക്കെ ഇഷ്ടമായി? ജംഗിൾ ഫൈറ്റ് ഒക്കെ ഇഷ്ടമായി? സൂപ്പറാണ്. എന്താ പറയാനുള്ളത്? നല്ല ഫൈറ്റ് സീക്വൻസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സെംബോളസും ഒക്കെ എല്ലാം നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡയറക്ഷൻ ഒക്കെ സൂപ്പർ. ഡയറക്ടറാണെന്നുള്ളതാണ്, വളരെ മികച്ച ഒരു ഡയറക്ടർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എമ്പുരാനിലോട്ട് എത്തിയപ്പോ എന്തൊക്കെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ക്ലാസ് മൂവി ആയിട്ടാ തോന്നിയേ. നന്നായിട്ടുണ്ടായിരുന്നു, വളരെ നല്ലൊരു മൂവിയാണ്. ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? പിന്നെ തീർച്ചയായിട്ടും പെർഫോമൻസിൽ ആരെ ഇഷ്ടപ്പെട്ടു ഒരുപാടല്ലേ? എനിക്ക് ലാലേട്ടൻ, മഞ്ജു വാര്യർ. ലാലേട്ടനും മഞ്ജു വാര്യർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല സിനിമ. എങ്ങനെയുണ്ട് മേക്കിംഗ് ഒക്കെ? എങ്ങനെയുണ്ട് രാജുന്റെ മേക്കിംഗ്? എല്ലാം നല്ല മേക്കിംഗ് ആണ്. കുറച്ച് ലാഗുണ്ട്, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. ഇതിന്റെ സെക്കൻഡ് ഹാഫ് ചർച്ചയാവുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? സിനിമയായിട്ട് കണ്ടാൽ പോലെ അതോ? അതാണ് ആവശ്യം, അല്ലാതെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിനിമ അത് സിനിമയുടെ രീതി കാണുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും കുറച്ച് സീൻസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയല്ലേ അതില്. പിന്നെ എന്താ കണ്ടവര് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ആവശ്യമില്ലാത്ത സീൻസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു സിനിമയല്ലേ, ഫിക്ഷണൽ, അത്രേ ഉള്ളൂ. നന്നായിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ നല്ല. നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ, ഉള്ളതുള്ള പോലെ പറയണം. സിനിമയിൽ ഈ രാഷ്ട്രീയ അനാവശ്യമായിരുന്നു, വെറുതെ ഒരുപാട് കോൺട്രവേഴ്സി അതിന്റെ പേരിൽ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നമ്മളിവിടെ അതൊരു ആവശ്യമില്ലാത്തൊരു ഇതായിട്ട് എടുക്കുന്നതാണ്. 200 കോടി ആവാൻ പോവാണ്. അപ്പം അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്തായാലും വൺ ടൈം വാച്ച് ആണ്. നല്ല എൻട്രി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ എന്റെ. പിന്നെ ആക്ടിങ്, മോഹൻലാലിന്റെ ആ ലുക്ക് തിരിഞ്ഞു നോക്കുമ്പോ കണ്ണാടി പറ്റി എല്ലാം സൂപ്പറായിരുന്നു. സ്ക്രീന് വേണ്ടി കാത്തിരിക്കുന്നു. ഇഷ്ടമായി മോഹൻലാൽ, മഞ്ജു വാര്യറൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. ആരെയതിൽ ഒരുപാട് ഇഷ്ടമായി സിനിമയില്? ആരും മോശക്കാരല്ല. മഞ്ജു വാര്യർ കൊള്ളായിരുന്നു.